മദ്യനയം പുനഃപരിശോധിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം. മദ്യലോബിക്ക് പ്രത്യുപകാരം ചെയ്യാൻ എടുത്തുചാടിയുള്ള നീക്കങ്ങൾക്ക് സർക്കാർ മുതിരാൻ പാടില്ലെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. കേരളത്തെ മദ്യാലയമാക്കി മാറ്റാനുള്ള നടപടികൾക്കാണ് സർക്കാർ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. UDF സർക്കാരിന്റെ മദ്യനയം പരാജയമാണെന്ന ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നതെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ ചോദിച്ചു. മദ്യലോബിയുടെ പ്രചരണം സർക്കാർ ആവർത്തിക്കുകയാണ്. UDFന്റെ മദ്യനയത്തിലൂടെ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായെന്ന കണക്കുകൾ സഹിതം അദ്ദേഹം വിശദീകരിച്ചു. മദ്യനയം പുനഃപരിശോധിക്കാനുള്ള സർക്കാർ തീരുമാനം ബാർ ലോബികൾക്കുള്ള പ്രത്യുപകാരമാണെന്നും VM സുധീരൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് ആർജിക്കാൻ സാധിച്ച സാമ്പത്തിക നേട്ടങ്ങൾ അതിന് പ്രത്യുപകാരം എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ കാര്യത്തിന് ഒരു മുന്തിയ മുൻഗണന കൊടുക്കുന്ന രീതി പ്രകടമായി കാണുന്നത്. UDF സർക്കാരിൻ്റെ മദ്യനയം ആ മദ്യനയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. കേരളത്തെ മദ്യാലയമാക്കി മാറ്റാനുള്ള നടപടികൾ കൈക്കൊള്ളാനാണ് സർക്കാർ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വിമർശിച്ചു. അപ്പം കേരളത്തെ ഒരു മദ്യാലയമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ഒരു നടപടി ഈ ഗവൺമെൻറ് ആരംഭിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇന്നലെ ഗവർണറെ കൊണ്ട് പറയിച്ചിട്ടുള്ളത്. ജനാഭിപ്രായം കണക്കിലെടുത്ത് മദ്യനയം പുനഃപരിശോധിക്കാനുള്ള സർക്കാരിന്റെ നീക്കം എളുപ്പമാകില്ലെന്ന നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.